കാറും കോളും ഒക്കെ ഒഴിഞ്ഞ് മാനം തെളിഞ്ഞു. മണിയേ, അത് എന്നെ ഒന്ന് ആക്കിയതാണല്ലോ, എന്നെ കുത്തി പറഞ്ഞതാണല്ലോ നീ. അങ്ങനെ തോന്നിയാ? ആ പക്ഷെ ശരിക്കും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ക്ലൈമറ്റിനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോഴേ ആ പറഞ്ഞത് കറക്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ഞാനും സത്യം പറഞ്ഞാലേ അത് മണിക്കൂട്ടന്റെ ഒരു കഴിവാണ്. ചെറിയ പ്രശ്നമാണെങ്കിലും മനസ്സിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടന്ന് അതൊരു വാശിയിൽ വന്ന് നിന്ന് മണിക്കൂട്ടം വന്ന് സംസാരിച്ച് അത് ഇതായി സ്നേഹമായപ്പോ ഒരു സമാധാനമില്ലേ? പിന്നെ നമുക്കേ എല്ലാവരുമായിട്ടൊന്ന് വീട്ടിലോട്ടൊന്ന് പോണം മണി. ശരിക്കും രണ്ടിടത്തും പോണം, അമ്മയടുത്തും പോണം, പുലിനടയിലും പോണം. സത്യം അല്ല, ഞാനിപ്പോ പറഞ്ഞില്ലേ പ്രകൃതിയുടെ കാര്യം. നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസും പ്രകൃതിയായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടല്ലേ. സിനിമയിലൊക്കെ കാണിക്കുന്ന കണ്ടിട്ടില്ലേ? നല്ല റൊമാൻസ് വരുമ്പോ മഞ്ഞ് പെയ്യും, സങ്കടം വരുമ്പോ മഴ പെയ്യും, അതേപോലെ നല്ല സന്തോഷം വരുമ്പോ നല്ല നീലാകാശം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു, പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതൊക്കെ കാണിക്കും അല്ലേ? മണിക്കുട്ടിയായി എന്താണ് രാവിലെ തന്നെ ഒരു സാഹിത്യ മൂഡ്? ഇടയ്ക്കിടയ്ക്കൊക്കെ പൊടിത്തട്ടി എടുക്കണ്ടേ നമ്മുടെ സാഹിത്യ വാസനയൊക്കെ? നീ ഒരു കാര്യം ചെയ്യടി, കവിത എഴുതും. അത് ഞാൻ എഴുതാറുണ്ടല്ലോ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല ഇപ്പോഴല്ല, ഞാൻ പണ്ട് എഴുതുമായിരുന്നു. എനിക്കേ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഡയറിക്കകത്ത് എനിക്ക് മനസ്സിൽ തോന്നുന്ന വരികളൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. ഡയറി എവിടെ? ഡയറി തറവാട്ടിലിരിപ്പുണ്ട്. എനിക്കതൊന്ന് കാണണമല്ലോ. അത് ഞാൻ കാണിച്ചു തരൂല. അത് എന്റെ കുഞ്ഞു രഹസ്യ, ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്ന രഹസ്യ, ആരുമായിട്ട് ഷെയർ ചെയ്യൂല. അതെ, നമ്മുടെ റിലേഷൻഷിപ്പ് എന്തും ആയിക്കോട്ടെ, ഭാര്യയും ഭർത്താവും അച്ഛനമ്മയും മക്കളും ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവണം. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു രഹസ്യങ്ങൾ ഉണ്ടാവണം, എന്നാലൊരു സുഖമുള്ളൂ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും രഹസ്യം ഉണ്ടോ? നീ അറിയാത്ത എന്തെങ്കിലും രഹസ്യം എനിക്കുണ്ടോ? എല്ലാം ഞാൻ പിന്നെ അതവിടെ ഇരിക്കട്ടെ. കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നാണെന്ന് മാനം തെളിഞ്ഞത്. നീ ആ അലക്കാനുള്ള തുണിയൊക്കെ എടുത്തിട്ട് അത് വാഷിംഗ് മെഷീനിലിട്ട് പെട്ടെന്ന് തന്നെ അത് അലക്കി ടെറച്ച് കൊണ്ട് പിരിയുന്നത് വേണ്ട. പിള്ളേർക്ക് പറഞ്ഞാൽ മതി, അവരെ കൊണ്ട് ചെയ്യിപ്പിര്. ഒരു കാര്യം ചെയ്യോ, വാഷിംഗ് മെഷീനിൽ തുണി എടുത്തിട്ടോ. അങ്ങോട്ട് ഇപ്പൊ പറഞ്ഞത് അബദ്ധമായ, ഇങ്ങോട്ട് ഒരെണ്ണം പണി തന്നു. ഞാൻ പറയാറുണ്ടെങ്കിൽ അവസാനം ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്ന എനിക്കറിയാം. മമ്മിച്ചു നോക്കിയതല്ലേ. അതുപോലെ തന്നെ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് വരണോ? മണിക്കൂട്ടാ, രാമ, എന്താണ് വലിയ സന്തോഷം? ഇതിന്റെ കാര്യം ഒന്ന് പറ, ഞങ്ങളും കൂടെ ഒന്ന് സന്തോഷിക്കട്ടെ. ഈ സന്തോഷം എന്ന് പറയുന്നത് നമുക്കാരും കൊണ്ടൊന്നും തരുന്ന ഒരു സാധനമൊന്നും അല്ല, അത് നമ്മളായിട്ട് കണ്ടെത്തണം. എന്തെന്നളിയാ? എങ്ങനെ അറിഞ്ഞൂടാ? അത് തന്നെ അണ്ണാ, സന്തോഷിക്കാൻ ഓരോരുത്തർക്ക് ഓരോ കാരണങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ലൈഫിൽ മറ്റേ ബഡാ സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾ സന്തോഷിക്കൂ എന്നങ്ങനെ ഇല്ല. നമ്മളെ ലൈഫിൽ ഓരോ കൊച്ചു കാര്യത്തിന് നമ്മളെ സന്തോഷം കൊടുക്കണം അല്ലേ? ഉദാഹരണത്തിന് ഞാനും കുഞ്ഞളിയനും കൂടി ഇന്ന് ചായക്കട പോയത്, അവിടെ ചെന്ന് ആൾക്കാരുടെ മുമ്പ് എല്ലാ നാട്ടുകാരെയൊക്കെ പരിചയപ്പെട്ട് ഒരു ചായ അടിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സന്തോഷം. അയ്യോ സത്യം, എനിക്ക് ദുബായിൽ 5 സ്റ്റാർ ഹോട്ടലിൽ ചായ കുടിച്ചപ്പോൾ ഇത്ര സന്തോഷം കിട്ടിയിട്ടില്ല. എങ്ങനെ? അല്ല സത്യം, അമ്മയാണ് ഇവിടെ ഭയങ്കര. പുറത്തു പോയി ചായ കുടിച്ചല്ലേ? അത് ഇനി സത്യം പറഞ്ഞാൽ എന്റെ പെങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നല്ല ചായ കുടിച്ചാൽ എന്റെ സന്തോഷം ഇരട്ടിക്കും. അയ്യോ, ഇനി നമുക്ക് സമയങ്ങളുണ്ടോ? ഒരു സെക്കൻഡ് ചായക്ക് പോവാം. സന്തോഷം എവിടെ കിട്ടിയാലും നമ്മൾ കളയാൻ പാടില്ല. അയ്യോ മണിയെ, വെരി നോർമൽ അല്ലേ? ഞാൻ പോയി ചായ ഉണ്ടാക്കട്ടെ. അതും അങ്ങനെ തന്നെ. അതിനി ഞാനാണോ? മക്കളെ, ഇതിൽ വല്ല ഉറുമ്പ് വല്ലതും വീണോ? എന്താ അങ്ങനെ കഴിച്ചാ? അല്ല, നീ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഇങ്ങനെ കഴിക്കുന്നു. അതാ വളരെ സൂക്ഷ്മമായി ഒരു തരി പോലും പുറത്ത് കളയാതെ അങ്ങനെ വേണം ഈ പുട്ടൊക്കെ കഴിക്കാൻ. എന്നാലും എന്റെ രുചി നമുക്ക് പൂർണ്ണമായും മനസ്സിലാവുള്ളൂ. ഇതിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? പിന്നല്ല, ഇതിന്റെ പുറകെ ഒരുപാട് സയന്റിഫിക് കാര്യങ്ങളുണ്ട്. പിന്നെ എന്നിട്ട് അതെ, എന്തൊക്കെ സയന്റിഫിക് കാര്യം? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. അതായത് ഞാൻ ഒരു കാര്യം ചോദിക്കാം, പുട്ടിന്റെ ടേസ്റ്റ് എന്താ? പുട്ടിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മാവും തേങ്ങയും കൂടെ ഒക്കെ ചേർന്ന് ആവിയിൽ ഉണ്ടാക്കുമ്പോ ഒരു ടേസ്റ്റ്. അങ്ങനല്ല, പുട്ടിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിന്റെ ടേസ്റ്റ്. പുട്ടിന്റെ ടേസ്റ്റ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശ്രദ്ധിക്കുക,
നല്ല പുട്ട്, കുറച്ച് തേങ്ങയൊക്കെ ഉള്ള പുട്ടാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പൊ നമ്മൾ നല്ല ആവി പറക്കണ പുട്ടെടുത്ത് കുറച്ചിങ്ങോട്ട് ദാണ്ട ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ വയ്ക്കുക ഇവിടെ. എന്നിട്ട് കടലക്കറിയെങ്കിൽ കടലക്കറി, അതിൽ ഒരു കടലേര പീസ് എടുത്ത് ഇങ്ങനെ നടുക്കോട്ട് വെക്കണം. കുറച്ച് ചാറ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വിതറണം. പപ്പടം കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം, പപ്പടം തന്നില്ല കേട്ടോ. അതിങ്ങനെ എടുത്ത് ഇങ്ങനെ കുഴയ്ക്കണം. കുഴയ്ക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കഴിച്ച നല്ല പുട്ടിന്റെയും കടലക്കറിയുടെയും രുചി അങ്ങോട്ട് മനസ്സിൽ ആലോചിക്കുക. ഇപ്പൊ കഴിച്ചതിന്റെ മണം എടുത്തപ്പോ ഇപ്പൊ കഴിച്ചതിന്റെ മണം എടുക്കാൻ പറ്റില്ല, നമ്മൾ കഴിക്കാൻ പോണേ ഉള്ളൂ അതുപോലെ കേട്ടോ. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ കുഴയ്ക്കണം. കുഴച്ച് നമ്മൾ പതിയെ ഇത് കയ്യിൽ ഒരു തരി പോലും തറയെ കളയരുത് കേട്ടോ. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോഴേക്കും നമുക്കൊരു നല്ല മണം അടിക്കും. ഉണ്ട്, വടക്കൻ കേരളത്തിൽ മാത്രം കിട്ടുന്ന ഒരു മണം, പ്രത്യേക മണം. ആ മണത്തോടെ നമ്മളെ വായിലോട്ടെടുത്ത് വെക്കണം. ചവച്ചു നന്നായി ചവച്ച് ഭക്ഷണം ഇറക്കാവും. അങ്ങനെ ചവച്ചും ഇങ്ങനെ അങ്ങ് ഇറക്കുമ്പോ ഒരു സുഖം കിട്ടും. എന്റെ മോളെ, നീ ഇത് ഇവിടെങ്കിലും ജനിക്കേണ്ടവളല്ല. അതാണ് ജനിക്കേണ്ടവളേ അല്ല. അല്ല എന്നിട്ട് പറ. അങ്ങനെ വേണം നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ. അതെ അതെ. ആണല്ലേ? അല്ല, അപ്പൊ ഈ ചായയും വെള്ളമൊക്കെ കുടിക്കുന്നതിനും ഇങ്ങനെ തന്നെ ഉണ്ടോ? പിന്നെ ചായ വെള്ളത്തിനും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. ശരി. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്, നല്ല ചൂട് ചായ ഇങ്ങനെ അങ്ങ് എടുത്ത് ഊതി ഊതി എന്ത് സുഖമാണ്. ചൂട് ചായ ഊതി ഊതി കുടിക്കണതാണ് ഗുപ്തന് ഇഷ്ടം. മുട്ടയും പാലും എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ആലോചിച്ചതേ, ഇവള് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാലേ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുഴച്ചിട്ട് ഒറ്റ വിഴുങ്ങിക്കൊള്ളുന്ന പെണ്ണാണ്. ഇപ്പൊ എവിടുന്ന് പഠിച്ചു വന്നോ ഈ ടെക്നിക്കൊക്കെ? അതൊക്കെ പണ്ട്. അത് കണ്ട ഒരുത്തിക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു, ഒരുത്തി ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുന്നു. അല്ല, തിരിഞ്ഞുപോയി. എവള് ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു, എവള് ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുന്നു. അല്ല, എവള് ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു, എവള് ജീവിക്കാൻ വേണ്ടി ആഹാരം വിട്ടുവീഴ്ചയില്ല. അവള് മുട്ടയും പാലിയൊക്കെ കഴിക്കും. എന്താ അറിയുമോ, കാലറീസ് ഈ കലോറിയൊക്കെ നോക്കിയേ കഴിക്കുള്ളൂ അവള്. മണി മുട്ടയും പാലും പറഞ്ഞു കേട്ടിട്ടെ, ചൂട് ചായയും കുറച്ച് പുട്ടും കൂടെ കഴിക്കാൻ തോന്നുന്നു. അവള് വിചാരിച്ച കാര്യം നടന്നു. കുറച്ചു നേരം കൊതിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അത് ഏറ്റു കേട്ടാ മക്കളെ. എന്തോന്ന് കറിയൊന്നും ഇല്ല. ഫോണില്ലേ? തരാവേ. ശരിയാണ് കേട്ടാ, സംഭവം ശരിയാണ്. സൂപ്പർ അല്ലേ ദുബായിലൊക്കെ കുഞ്ഞളിയാ? അല്ല, അറബികളെ നല്ല ആസ്വദിക്കും പറയാ. ആ പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ട്രീറ്റ് എവിടെ? ഇതിന്റെ ട്രീറ്റ് ആഹാ, അത് ഗൾഫിൽ നിന്ന് വന്നതിന്റെ ട്രീറ്റ് നടത്തണം. അതൊന്നും അറിഞ്ഞൂടെ? ട്രീറ്റ് ഓ, അതിനല്ലേ ഒരു നേരം മുട്ടായി കൊണ്ടുവന്ന് തന്നത്. ആഹാ, മുട്ടായി കൊണ്ടുവരണ ഗൾഫിൽ നിന്ന് വരുമ്പോ മുട്ടായി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതൊരു നാട്ടുകടപ്പാണ്. അപ്പൊ അത് ട്രീറ്റ് ആയിട്ടൊന്നും കണക്കാക്കാൻ പറ്റൂല. എടി പിങ്കി, കൊറേ കാലം നാട്ടിലുണ്ടായിരുന്നില്ലല്ലോ, അങ്ങ് ഗൾഫിലായിരുന്നില്ലേ, അതുകൊണ്ട് ഇവിടത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അറിയില്ല അല്ലേ? ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, എന്റെ ട്രീറ്റ് വേറെ ആണല്ലോ. എന്തോന്ന്? അല്ല അല്ല, ഇത് വേറെ വയ്യാന്ന്. പിന്നെ വേറെ കാര്യം പറയാം, ഇവര് പറഞ്ഞ ട്രീറ്റ് എന്താന്ന് വെച്ചാൽ അങ്ങ് നടത്തിക്കോട്, ഇല്ലെങ്കിൽ ഇവര് വിടൂല. ഒരിക്കൽ വണ്ടി വഴിയിൽ പഞ്ചറായതിന് എന്റെ വണ്ടി ട്രീറ്റ് നടത്തിയവരാണ് ഇവര്. എന്തൊക്കെ ട്രീറ്റ് നടത്തോണ്ടെന്നറിയോ? ഗൾഫിൽ പോയ ട്രീറ്റ്, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ട്രീറ്റ്, ഇനി പോകാൻ പോകുന്ന ട്രീറ്റ്, പിന്നെ കല്യാണം ഉറപ്പിച്ച എന്റെ പണിയില്ലേ? അല്ല കുഞ്ഞളിയ, ഇവിടുത്തെ കാര്യം കുഞ്ഞളിയനെ അറിയാൻ വയ്യാത്തോണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്, അവന്റെ 28 കെട്ടിന് ട്രീറ്റ്, അവന്റെ 1ാം വാർഷികത്തിന് ട്രീറ്റ്, എന്തിന് അധികം അവന്റെ സഞ്ചയനത്തിന് വരെ ട്രീറ്റ്, കല്യാണം കഴിച്ച ട്രീറ്റ്, ഡിവോഴ്സ് ആയ ട്രീറ്റ്, അങ്ങനെ എല്ലാത്തിനും ട്രീറ്റുകളേ ഉള്ളു ഇവിടെ. പിന്നെ ഓർഡർ ചെയ്താൽ മതി, ഓർഡർ ചെയ്താൽ മതിയോ? എന്നാ കുഴപ്പമില്ല, ദുബായിലൊക്കെ ഓർഡർ ചെയ്ത സാധനം വരും. കുഞ്ഞളിയ പൈസ ഞങ്ങൾ കൊടുത്താൽ മതി, ഞാൻ ഓർഡർ ചെയ്യാം. അതിപ്പോ ദുബായ് മാത്രമല്ല, ഇവിടെ ആണെങ്കിൽ നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് എത്തും. സാധനം വരും. അവര് വേണമെങ്കിൽ വിളമ്പിത്തരും, വേണ്ടി വന്നാൽ അവർ തിന്നുവരെ കാണിച്ചു. ആരും കഴിച്ചു കാണിച്ചു തരും അവര്. ഇവിടെ എല്ലാത്തിനും ട്രീറ്റേ ഉള്ളൂ. എല്ലാ ആവശ്യമുണ്ട് ട്രീറ്റിന്റെ ഒക്കെ. ഇവിടുത്തെ നല്ല ഭക്ഷണം കഴിച്ച് നമുക്ക് ഇരുന്നാ പോരെ? ആണോ? പിന്നെ ഒരു കേസ് ഉണ്ട്. ഞാൻ ഈ മിഡിൽ ഈസ്റ്റിലായിരുന്നോണ്ട് ഈ നമ്മളെ നാട്ടിലെ കംപ്ലീറ്റ് ഫെസ്റ്റിവൽസ് ഞാൻ വല്ലാതെ മിസ് ചെയ്ത കേട്ടോ. കുഞ്ഞളിയ, ഒരു ഇച്ചിരി കുറയ്ക്കും. അങ്ങനെയല്ല, മലയാളി അസോസിയേഷന്റെ കൾച്ചറൽ പ്രോഗ്രാം ഓണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നീയേ
നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം മിസ് ചെയ്തു. ഇതൊരു ആഘോഷമായിരുന്നു അറിയുമോ? ഞാൻ പോയിരുന്നു. നല്ല ബെസ്റ്റ് ചങ്ങായി ഇത് പറയണേ. പോയിട്ടേ അരമണിക്കൂർ കൊണ്ട് തിരിച്ചിങ്ങ് വന്നിട്ട് പറയാണ് രാംകുമാറിനെ സാറിനെ വിളിക്കണം, ജോലി പെൻഡിങ് ഉണ്ടെന്ന്. സ്വന്തം നാട്ടിലെ ഉത്സവം കളഞ്ഞിട്ട് വന്നില്ല. ഉച്ചയ്ക്ക് ശേഷം വന്നത് ഞാൻ. അയ്യേ അല്ല നിങ്ങൾ എനിക്കൊരു സംശയം, ഈ രാംകുമാർ ഇങ്ങർക്ക് കൈവേഷം കൊടുത്തിട്ടുണ്ടോ? സത്യം എനിക്ക് എപ്പോഴും തോന്നുന്നത്. അളിയാ എന്നെ എന്തുകൊണ്ടോ പറഞ്ഞു, പക്ഷെ രാംകുമാർ സാറിനൊന്നും പറയല്ലേ. പിന്നെ പുളുത്തും തമാശയൊക്കെ ആയിട്ടാണെങ്കിൽ പോലും പറയല്ലേ. രണ്ടാമതും പുളുത്തി. എന്റെ അണ്ണ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. അണ്ണൻ ഈ കാര്യം പറയണതും മറ്റേ കളി അടിക്കണതൊന്നും മനസ്സിലാവണില്ലേ? അണ്ണൻ എപ്പോഴും സീരിയസ് ആണല്ലോ. ചേട്ടനൊക്കെ അറിയാമോ, ഇങ്ങനെ പണ്ട് കളിക്കാൻ വന്നാൽ ഇത് തന്നെ ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ മതി, ഒപ്പം പോകുന്നത് വീർപ്പിച്ച് കരഞ്ഞോണ്ട് ഞാൻ തെങ്ങിന്റെ മുന്നിൽ പോയി. കരച്ചിലിന് ഇപ്പോഴും കുറവില്ല, കിട്ടിയ അവസരത്തിനൊക്കെ കരയും. ചിക്കനാ അത് മാത്രല്ല ഞാൻ പറഞ്ഞ ഷവായി ഓർഡർ ചെയ്ത 3 ഫുള്ള്. അങ്ങളെ ഞങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തോ അടി ഓർഡർ ചെയ്തേ? കുറച്ച് ഓർഡർ ചെയ്തോളൂ. ഞാൻ പറയാം, ലിസ്റ്റ് പറയാം. ചിക്കൻ സ്റ്റീക്ക് അത് 3 എണ്ണം, ഷീപ്പ് കബാബ്, പിന്നെ ഫ്രൈഡ് റൈസ്, കുഴിമന്തി അത് 4 പ്ലേറ്റ്, പിന്നെ 4 ചീസി ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ കപ്സ അത് 3 എണ്ണേ ഉള്ളൂ, പിന്നെ അൽഫാം, ഐസ്ക്രീം, പിന്നെ 3 ഫുൾ ചിക്കൻ ഷവായി. നാടനൊന്നും ഇല്ലടി. ഇത്രേ ഞാൻ ഓർഡർ ചെയ്തോളൂ. കൊറേ ആയി ഇത്. എന്നാ നാടനൊന്നും ഇല്ലേ താനും? എന്തിനാണ് ഇത്രയൊക്കെ പോവാൻ? ഞാൻ കഴിക്കാനാണ് കുഴപ്പമില്ല. വേസ്റ്റ് ആവും ഫുഡ്. ആര് കഴിക്കാനാന്നോ? എവിടെ ഒറ്റ വരുത്തി മതിയല്ലോ, എല്ലു വരെ തിന്നു. സത്യം. മാമൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്യണോ? എനിക്ക് വേണ്ടത് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നുമില്ല. ഓർഡർ ചെയ്യണോ? വേണ്ട ഇത് വേറെ. രാമൻ ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്താടാ. ഇത് മതി. വേണ്ടല്ലോ. നിങ്ങൾ ഇത്രയും കാശൊക്കെ ചെലവാക്കി വേണമായിരുന്നോ? കുറച്ച് വല്ലപ്പോഴല്ലേ, കുഴപ്പമില്ല. കുറച്ച് കുറയ്ക്കായിരുന്നു. കുറച്ചേ ഉള്ളൂ. എന്താവേ അല്ലേ, ഉച്ചയ്ക്ക് അങ്ങ് തീരും. ചിന്നു എല്ലാരും ഉണ്ടല്ലോ. എന്താ വിശേഷം? അല്ല വിശേഷമൊക്കെ നിനക്കല്ലേ മണിക്കുട്ടാണ. ചിന്നു. മണിക്കുട്ടാണ എടാ ഇതാടെ എന്തുവാ നാണം കുണി അവിടെ ഇരിക്കുന്നത്? നിന്റെ പെണ്ണല്ലേ വന്നിരിക്കുന്നത്? അങ്ങനെ വേണ്ട. ഒരു സംഭവം ഉണ്ട് ഇവിടെ. എന്തെന്ന്? പാട്ട് എഴുന്നേക്ക്. തുടങ്ങ. ഒരു കൊട്ട പെണ്ണുണ്ടല്ലോ, മിന്നുണ്ടല്ലോ, മേനി നിറയെ നിറയുന്നു. എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഒന്ന് വിഷയം മാറ്റണേ. മനുഷ്യ ഇവിടെ കുടല് കത്തിയാണ് വന്നത്. അയ്യോ ഇപ്പൊ കഴിക്കാനാണെങ്കിൽ പുട്ടും കടല ഇരിപ്പുണ്ട്. പുട്ടും കടലയും എന്നും ഒരു ഉണക്ക പുട്ട്. അതെങ്ങനെ എന്റെ അണ്ണൻ പിശിക്കനല്ലേ? മനുഷ്യന് പട്ടിണി കിടന്ന് ചത്തില്ലെങ്കിലേ ഉള്ളൂ അതിശയം. കുറച്ചേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാ ഞാൻ പിശുക്കൻ തന്നെ സമ്മതിച്ചു. പക്ഷെ ഒരു കോടീശ്വരനല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇന്ന് ഇവന്റെ ചെലവാണ് ഇവിടെ. എന്തിന്? വെറുതെ ഒരു ഗൾഫിൽ നിന്ന് വന്നോണ്ട് ട്രീറ്റ് ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് പറഞ്ഞു. ഇവര് മാറ്റി പിടിച്ചത് നല്ല ഗ്രിൽഡ് ചിക്കൻ, ചിക്കൻ സ്റ്റീക്ക്, ഫ്രൈഡ് ഒരുപാട് റൈസ്, ഐറ്റംസ് ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്നാ എന്റെ ഒരു ആഗ്രഹം കൂടെ പറയട്ടാ. പറഞ്ഞു ഷാർജ ഷേക്ക്. അതുകൂടെ പറഞ്ഞു. ഒന്നാക്കണ്ട. ഒരു 12. എന്തിനാണ് 12? ഒരു 5-6 മതി. എല്ലാവർക്കും ഞാൻ കഴിച്ചോളാം. പക്ഷെ ഒരു കാര്യം ഉണ്ടെണ്ണ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ചിന്നുവിനും ഗൾഫ് ഫുഡാണ് ഇഷ്ടം. അറേബ്യൻ ഫുഡ്. എപ്പൊ പറഞ്ഞു? അതാ അല്ല ഇപ്പൊ പറഞ്ഞ കണ്ടില്ലേ ഷാർജ. നമ്മള് ഷാർജയിൽ പോകുമ്പോ ഷാർജ കുടിക്കും അല്ലേ ചിന്നു? ഓ അങ്ങനെ. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നിങ്ങള് ദുബായിലായിരുന്നെങ്കിലേ അവിടെ ഒരു ഡിസേർട്ട് ഉണ്ട്, സ്പെഷ്യലാണ്. കുഞ്ഞളിയ ഇച്ചിരി കുറച്ച് ഞാൻ പറയട്ടെ, പാവം നമ്മുടെ അടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല ഉണ്ട്, പറഞ്ഞു ഉണ്ട്. കുനാഫ. അതാ ഇവിടെ ഉണ്ട്. എന്തോ അത്? അതൊരു ഡിസേർട്ട്. ഡെസർട്ടോ? പിന്നെ ഈ മനാഫ് എന്ന് പറഞ്ഞോണ്ട് എന്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിലുണ്ട്. കുനാഫി ഞാൻ കേട്ടിട്ടില്ല. ഈ മനാഫാണ് കുനാഫ ഉണ്ടാക്കണത്. കുനാഫയൊക്കെ എവിടെയും കിട്ടും. ഇവിടെ കിട്ടുമോ? ഓ കിട്ടും കിട്ടും. അല്ല അത് ഒട്ടകപ്പാലിൽ ഉണ്ടാക്കിയല്ല, അത് തിക്കായിട്ടിരിക്കുള്ളൂ. കുഞ്ഞളിയ എങ്ങനെ? പശുവും പാലിലും ഉണ്ടാക്കാം. ചിന്നു എന്താ മണിക്കുട്ടാണ്?
ഭക്ഷണം വേണോ? ഭക്ഷണം ഒരു 10 മിനിറ്റ് വരും 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 വരും. നീ എന്താ ഈ സമയത്ത് കിടന്നുറങ്ങുന്നു? ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല അണ്ണാ. യാത്ര ചെയ്ത് വന്നല്ലേ, ഭയങ്കര വെയില്, ക്ഷീണം. ക്ഷീണമാണ്. ആ. ഡാ, അവൾക്ക് ക്ഷീണമാണ്. ചിനു, നീ ഇങ്ങോട്ട് നീങ്ങിരി. അല്ല വേണ്ട, അല്ല എന്നാ പിന്നെ ഇങ്ങോട്ട് നീങ്ങിരി. ആ നീ ഇങ്ങോട്ട് നീ. അല്ല അവിടെ നിന്ന് അവിടെ ഇരിക്കും. എന്നാ ഇരിക്കും ഇരിക്കും ഇരിക്കും. അതെ, ഞാൻ ഈ പറഞ്ഞു വരുന്നതേ ചിനു, അവനൊരു സംശയം. എനിക്ക് സംശയമില്ല. എന്നാ പിന്നെ അല്ല എനിക്ക് സംശയമുണ്ട്. ആ, എന്താണ് അവനൊരു സംശയം. നീ ഇപ്പൊ ഇവനെ കല്യാണം കഴിക്കാന്ന് തീരുമാനിച്ചതേ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ അതോ ഞങ്ങളെല്ലാം കൂടെ നിർബന്ധിച്ചിട്ടാണോ എന്നൊരു സംശയം അവന് ഒരു ഉണ്ടായി 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 എന്ന് കൂട്ടിക്കോ. അല്ല, ചിന്നുവിന് ഇതിന് സമ്മതം കുറവൊന്നും ഇല്ലല്ലേ? സത്യം പറയണോ കള്ളം പറയണോ? സത്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് കല്യാണത്തിനൊന്നും താല്പര്യമൊന്നുമില്ല. കല്യാണം ഒന്ന് കേൾക്കണതേ പേടിയെന്നാ. അണ്ണാ നിക്ക്, ബാക്കി പറ, മൊത്തം പറ. പിന്നെ അമ്മയും രവിയണ്ണനും മണിക്കുട്ടാണനും ഒക്കെ എന്റെ നല്ലതിനല്ലാതെ ഒന്നും ചെയ്യൂല. അവര് പറഞ്ഞ എനിക്ക് തള്ളിക്കളയാനും പറ്റൂല. അല്ലേ അണ്ണാ? ആണ്, ആണല്ലോ. ആവും ആണ്. പിന്നെ രാമേട്ടനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ല. എന്നാ ഞാൻ അല്ല നീ പിന്നെ പൊയ്ക്കോ. അല്ല പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. പോയി പോട്ടെ പോട്ടെ. താല്പര്യക്കുറവില്ല, ഇഷ്ടക്കുറവില്ല. എടാ മണോണാഞ്ചാ, ഈ ഇഷ്ടക്കുറവില്ല എന്ന് പറഞ്ഞ ഇഷ്ടമാണെന്നാണ് അതിന്റെ അർത്ഥം. ഇഷ്ടം ഇഷ്ടമാണെന്ന്. ആണോ? ആ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഇങ്ങനെ കരഞ്ഞാലോ? നീ എനിക്ക് പിറക്കാതെ പോയ അളിയനാണ്. ഓ, എനിക്ക് സന്തോഷം. ഫുഡ് വന്നെന്നാ തോന്നുന്നത്. ആണോ? വണ്ടി വന്ന എല്ലാം ഉണ്ടല്ലോ അല്ലേ? ആ മകളെ കാശ് അതൊക്കെ തരാം. വെയിറ്റ് ഫുഡ് വന്നേ, ഫുഡ് വന്നേ. കാശ് വിട്. ബില്ല് എവിടെ? ബില്ല് അതിനകത്തുണ്ട്, കവറിനകത്തുണ്ട്. ഉണ്ടോ? എത്രയായി? 2800. 137 ദിർഹംസ്. അയ്യോ, ഇതെന്താണ് സാർ? ഇത് ഇവിടെ എടുക്കത്തില്ല. ഇത് എടുക്കത്തില്ല ഇവിടെ. അതെന്താ എടുത്താലോ? ഇത് ദുബായ് അല്ല സാർ, കേരളമാണ്. ഇതൊന്നും എടുക്കാൻ പറ്റില്ല. അതല്ല, അതെ ദുബായിലെ നോട്ടാ കുഞ്ഞളിയൻ കൊടുത്തത്. ഇവിടത്തെ പൈസ കൊടുക്കും. ഒരു അണ്ണം കൂടെ 2800. ആ, ഞാൻ പിന്നെ പേഴ്സ് എടുത്തില്ല. ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ എന്റെ ഇതേ ഉള്ളൂ. ഒരു കാര്യം അല്ലേ, കാശ് ഞാനാ ഞാനോട് അവന്റെ ട്രീറ്റ് അല്ലേ? ഈ ട്രീറ്റ് എന്റെ അണ്ണൻ കൂടെ കൂടെ ഞാൻ തന്നെ ഇത് 5000 രൂപ ഉണ്ട്. ഇതങ്ങ് തന്നേക്കാം പോരെ? എടുക്ക്, കാശെട്. ഇത് ആ പാലുകാരന് വെച്ചിട്ട് 3000 രൂപയാണ്. 2800 രൂപ. എത്ര? 2800. 2800 ഇട്. എന്തു ഇട്ട് ഞെരടുന്നത്? ഇങ്ങോട്ട് 3000 രൂപ ഉണ്ട്. 3000 ഇരുന്നോട്ടെ. അനിയ 3000 രൂപ ഉണ്ട്. എത്ര ആയിരുന്നു? 2800. 200 രൂപ മോന് ടിപ്പ്. താങ്ക് യു സാർ. സന്തോഷമായിരുന്നു. സന്തോഷം. എല്ലാരും സന്തോഷമായിട്ടിരിക്കണം. എല്ലാ സ്വന്തം നോക്കുവേണ്ട. ഓക്കെ ഓക്കെ. മണിക്കൂടെ എന്റെ കാശ് എന്നെ അളി അത് കിട്ടിയാലെന്ത് കിട്ടിയില്ലാലും നമ്മുടെ പിള്ളേരല്ലേ ഇത്. ഇന്ന് അങ്ങോട്ട് പോ, കഴിക്കാം. കഴിക്കാം. ഇങ്ങോട്ട് തരുമത്.